ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി ആദ്യത്തെ യൂണിറ്റാണ്. ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് 3 പാഠഭാഗങ്ങളാണുള്ളത്. പനിനീർ പൂ, മനസ്സ് നന്നാവട്ടെ എന്നതാണ് യൂണിറ്റിൻ്റെ പേര്. അതിൽ പനിനീർ പൂവ്, താളുകൾക്കിടയിലൊരു മയിൽപീലി, തിങ്കളാഴ്ച നല്ല ദിവസം. ജൂൺ മാസത്തിന് നമുക്ക് പഠിക്കാനുള്ളതാണ് പനിനീർ പൂവും അതേപോലെ താളുകൾക്ക്. പ്രവേശക പ്രവർത്തനമായി നമുക്ക് നൽകിയിരിക്കുന്നത് മനസ്സ് നന്നാവട്ടെ എന്നതാണ്. മുഹമ്മദ് ഇക്ബാലിൻ്റെ ഒരു രചനയാണ് ഇവിടെ തന്നിരിക്കുന്നത്. മുഹമ്മദ് ഇക്ബാൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ സാരേ ജഹാംസെ അച്ച അല്ലേ എന്ന ഒരു വരികളും ഉള്ളാത്ത ഇന്ത്യക്കാരുണ്ടാവില്ല. ഒരു പേർഷ്യൻ ഉറുദു കവിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു കവിത ശകലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യൻ്റെ പദവി. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അത് സ്വർഗത്തിനേക്കാളും അപ്പുറമാണ് ഒരു മനുഷ്യൻ്റെ വില. മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത്. ജീവിതം എന്ന ഗാനത്തിൽ ഏറ്റവും മനോഹരമായ താളം നിങ്ങളാണ്. ഇവിടെ എന്താണ് പറയുന്നത്? മനുഷ്യർക്ക് പരസ്പരമുള്ള സ്നേഹവിശ്വാസവും ആദരവും സ്വർഗത്തേക്കാൾ ഉന്നതമാണെന്നും ആ തിരിച്ചറിവാണ് യഥാർത്ഥ സംസ്കാരം എന്നുമാണ് ഈ വരികളിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ പദവി വളരെ ഉയർന്നതാണ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സംസ്കാരം വെളിപ്പെടുന്നത്. നമ്മുടെ യഥാർത്ഥ സംസ്കാരം എങ്ങനെയാണ് വെളിപ്പെടുന്നത്? നമ്മുടെ സ്വഭാവത്തിലൂടെയാണ്. അല്ലാതെ നമ്മുടെ ക്യാഷോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റാറ്റസോ ഒന്നുമല്ല. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവമാണ്. മനുഷ്യർക്ക് നമ്മൾ ബഹുമാനിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സംസ്കാരം വെളിപ്പെടുത്തുന്നത്. മനുഷ്യൻ്റെ താളം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യ ജീവിതത്തിൻ്റെ മനോഹരമായ താളം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചിന്ത. നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തി വരും. അപ്പോൾ നമ്മുടെ ചിന്തയും പ്രവൃത്തിയുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ താളം. ഇത്രയുമാണ് മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ആശയം. അപ്പോൾ പ്രവേശക പ്രവർത്തനത്തിൻ്റെ എന്തെങ്കിലും എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം എഴുതാം? മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം കുടികൊള്ളുന്നത്. മനുഷ്യത്വമുള്ളവരായിരിക്കുക എന്നത് തന്നെയാണ് മനുഷ്യരാവാനുള്ള പ്രഥമ മാർഗം. ദയ, സ്നേഹം, വാത്സല്യം, ആർദ്രത, മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി അനുഭവിക്കാനുള്ള ശേഷി, ഇവയെല്ലാമാണ് മനുഷ്യരെ മുന്നോട്ട് നയിക്കുന്നത്. പ്രകൃതിയിലെ സകല ജീവജാലങ്ങളും ഈ കരുതലും ചേർത്ത് പിടിക്കലും കാണാം. എങ്കിലും അപരൻ്റെ വേദന സ്വന്തം വേദനയായി കാണാനുള്ള ഉയർന്ന ശേഷി മനുഷ്യനെ ഒരു പടി കൂടി ഉയർത്തുന്നു. മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ സ്വന്തം ദുഃഖമായി കാണാനും അതിനനുസരിച്ച് പെരുമാറാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യൻ എന്ന നിലയിൽ എത്രയോ ഉന്നതനാണ്. മൂല്യങ്ങളിലും ധാർമ്മികതയിലും അടിയുറച്ചതും ജീവിതത്തെ അതിൻ്റെ വൈവിധ്യങ്ങളിലൂടെ സമീപിക്കുന്നതുമായ മാനസിക ശേഷി മാനവികതയെ ശക്തിപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ പദവി ഉയർന്നതാണ്. പരസ്പരം ആദരിക്കുമ്പോഴാണ് യഥാർത്ഥ സംസ്കാരം വെളിപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗം നോക്കാം. പനിനീർ പൂവ്. ഓക്കെ, പനിനീർ പൂവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ റോസാപ്പൂവ്. ഈ കവിത എഴുതിയിരിക്കുന്ന ആരാണ്? ഉള്ളൂരാണ്. ഉള്ളൂരിൻ്റെ അമൃതധാര എന്ന കവിതാ സമാഹാരത്തിൽ നിന്നാണ് എടുത്തതാണ് ഈ പനിനീർ പൂവ് എന്ന പാഠഭാഗം. ഇതിൽ പറയുന്നത് എന്താണ്? ഒരു ചെമ്പനീർ പൂവിനെ കണ്ടപ്പോൾ കവി ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? പുഞ്ചിരിക്കുന്നത് എന്തിനു പൂവേ? നീ ചെറു ജീവിതം എത്ര മോശം, നിൻ്റെ ജീവിതം എത്ര മോശമാണ്, നീ എന്തിനാ വെറുതെ ചിരിക്കുന്നത്? പിന്നെന്താ? പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു, താഴത്ത് നാളെയെന്ന് ഓർമ്മയില്ലേ? നീ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നൊക്കെ ഒരു കുറച്ച് നേരത്തേക്കല്ലേ, നാളെ നീ വെറും മണ്ണിൽ നശിക്കാനുള്ളതാണ്. പിന്നെ എന്തിനാണ് നീ ഇത്ര ചിരിക്കുന്നതെന്ന് കവി ചോദിക്കുകയാണ്. എന്നാൽ പനിനീർ പൂവ് ആ ചോദ്യത്തിനൊന്നും മറുപടി പറഞ്ഞില്ല. എന്താ ചെയ്തത്? നിഷേധാർത്ഥത്തിൽ തലയാട്ടുക മാത്രം ചെയ്തു. തെറ്റു കാട്ടുവാൻ മേന്മേൽ വിലങ്ങനെ തലയാട്ടുക മാത്രം ചെയ്തു അല്ലേ? എന്തതിന് താല്പര്യമെന്ന് ഞാൻ ചിന്തിച്ചേം ബന്ധം മനസ്സിലായ അല്പം അപ്പോൾ തെറ്റെന്ന് വീണ്ടും ആ പൂവിനോടോതി ഞാൻ തെറ്റിപ്പോയി, ഞാനൊരു ബുദ്ധിഹീനൻ. പിന്നീടാണ് കവിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായത്. അപ്പം തെറ്റ് മനസ്സിലാക്കി കവി പശ്ചാത്തപിക്കുകയാണ്. പിന്നെന്താ പറയുന്നത്?
തെറ്റെന്ന് വീണ്ടും തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധി. നിന്നുടെ ജീവിതം മോശമെന്നല്ലേ ഞാൻ ചൊന്നതോമനെ മാപ്പു നൽകൂ. അപ്പോൾ പിന്നെ മാപ്പ് ചോദിക്കുകയാണ്. തൻ്റെ തെറ്റ് കവി മനസ്സിലാക്കിയിട്ട് മാപ്പ് ചോദിക്കുകയാണ്. പിന്നെ പറയുന്നത് എന്താണ്? പൂക്കളെ പൂക്കളെ പാടിതിൽ നിങ്ങൾക്ക് പാർക്കില്ലേ എന്തെന്നും ഇതേ ചൊല്ലുവാൻ. പൂക്കളേക്കാൾ ഈ ഭൂമിയിൽ വേറൊന്നും ഇല്ല അല്ലേ? മഹത്തരമായത് പൂക്കളേക്കാൾ വേറൊന്നുമില്ല. ഏതൊരു പാഴ് വനഭൂമിയിലും മലർവാടിയാക്കുവാൻ. ഒരു സ്ഥലത്ത് നമ്മളൊരു വീട്ടിലായാലും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ സ്കൂൾ മുറ്റത്തേക്ക് വരുമ്പോൾ ഒരു റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുക, ഒരു മുല്ലപ്പൂവോ എന്തെങ്കിലും പൂക്കൾ കാണുമ്പോൾ നമ്മുടെ മനസ്സൊരു സന്തോഷമാണല്ലോ, ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് കവി? ഏതൊരു പാഴ്മണൽ കാടുവാൻ നിങ്ങളാൽ പൂതമം നന്ദനമാകുന്നില്ല. അപ്പോൾ എന്ത് പറഞ്ഞാൽ ഏതൊരു പാഴ് മരുഭൂമിയിലും മലർവാടിയാക്കാൻ, പൂന്തോട്ടമാക്കാൻ നിങ്ങൾക്ക് കഴിയും. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഏത് ദുഃഖത്തെയും ആനന്ദമാക്കി മാറ്റാൻ കഴിയുന്ന അവർക്ക് ലോകത്തിന് സുഗന്ധമേകാനും തേനിലൂടെ അന്നപൂർണേശ്വരിയാകാനും സാധിക്കുന്നു. അപ്പോൾ പൂവിൻ്റെ ആ മഹത്വത്തെക്കുറിച്ച് കവി പറയുകയാണ്. ഏതാനും നിങ്ങൾ ലോകത്തെ അന്നപൂർണേശ്വരിയും കണക്ക്. അപ്പം പിന്നെ ഇതൊക്കെയാണ് ഈ കവിതയുടെ ആശയം. പിന്നെ വേറെ എന്താണ്? സ്പർശത്തിൽ മൃദുലതയും. ഇപ്പം നമ്മൾ സ്പർശിക്കുമ്പോൾ ഒരു മൃദുലതയാണല്ലേ, നമ്മുടെ പൂവൊക്കെ നമ്മൾ സ്പർശിക്കുമ്പോൾ നമുക്കൊരു മാർദ്ദവം. പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം. പാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ. വേണി ചൂടിയാൽ എന്തു ഭംഗി. മുടിയിൽ വേണി എന്ന് പറഞ്ഞാൽ മുടിയിൽ ചൂടിയുമ്പം ഭയങ്കര ഭംഗിയുമാണ്. ദേവനെ പൂജിക്കാൻ വീരൻ. അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഗുണഗണങ്ങളെ പറ്റി കവി പറയാണ്. എന്താണ്? സ്പർശത്തിൽ മൃദുലതയുണ്ട്, മുടിയിൽ ചൂടുമ്പോൾ അസാധാരണമായ ഭംഗിയുണ്ട്, പൂക്കൾ ദേവന്മാരെയും വീരന്മാരെയും പാവങ്ങളെയും ഒരുപോലെ കാണുന്നു. പൂക്കൾക്ക് നാളെന്നൊന്നില്ല, അവർ ദേവന്മാരെയും ഒരുപോലെ കാണുന്നു, വീരന്മാരെയും ഒരുപോലെ കാണുന്നു, ഭീരുക്കളെയും ഒരുപോലെ കാണുന്നു, പാവങ്ങളെയും ധനികരെയും ഒക്കെ ഒരുപോലെ കാണുന്നു. പിന്നെ അതേപോലെ തന്നെ കല്യാണ കർമ്മത്തിന് ആവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നമ്മൾ മണ്ണിലെ ഏത് മംഗളകർമ്മക്കും മഹത്വം നൽകുന്ന പൂക്കളാണ് യഥാർത്ഥത്തിൽ വിണ്ണിലെ പൈതങ്ങൾ തന്നെയാണെന്ന് കവി തിരിച്ചറിയുകയാണ്. പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ പാർക്കുകയിൽ നിങ്ങളൻ ദേവതന്മാർ. നിങ്ങളാണ് ഇവിടുത്തെ യഥാർത്ഥ ദേവതന്മാർ എന്നാണ് കവി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളൂർ എന്താണ് പറയുന്നത്? പനിനീർ പൂവ് എന്ന കവിത ലളിതസുന്ദരമായ പ്രയോഗങ്ങൾ വളരെ മനോഹരമായ ഒരു കവിതയാണ്. ലളിത ജീവിതത്തിലൂടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരുടെ പ്രതീകമാണ് പനിനീർപ്പൂ എന്ന് പറയുന്നത്. അപ്പോൾ പനിനീർപ്പൂവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് വായിക്കാം ചൊല്ലാമാണ്. കവിത ഇഷ്ടമായോ വ്യക്തിഗതമായി വായിക്കുക. കവിതയ്ക്ക് അനുയോജ്യമായ ഈണം താളം കണ്ടെത്തി സംഘമായി ചൊല്ലി അവതരിപ്പിക്കുക. ഓക്കെ, പിന്നെ അടുത്ത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കണ്ടെത്താൻ പറയാം. കണ്ടെത്താൻ പറയൽ പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ പാർക്കുകയിൽ നിങ്ങളൻ ദേവതന്മാർ. ലാസ്റ്റത്തെ വരികളാണ്. പൂക്കളെ ദേവതകളായി കവി സങ്കല്പിച്ചത് എന്തുകൊണ്ടാവാം? പൂക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവി ദേവതയായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. സ്പർശത്തിൽ മൃദുലതയും മുടിയിൽ ചൂടുമ്പോൾ അസാധാരണമായ ഭംഗിയും പ്രദാനം ചെയ്യുന്ന പൂക്കൾ ദേവന്മാരെയും വീരന്മാരെയും പാവങ്ങളെയും ഒരുപോലെ കാണുന്നു. മണ്ണിലെ ഏതു മംഗളകർമ്മങ്ങൾക്കും മഹത്വം നൽകുന്ന പൂക്കൾ യഥാർത്ഥത്തിൽ വിണ്ണിലെ പൈതങ്ങൾ തന്നെയെന്ന് കവി തിരിച്ചറിയുന്നു. അവർ തന്നെയാണ് യഥാർത്ഥ ദേവതന്മാർ. പൂക്കളേക്കാൾ ഈ ഭൂമിയിൽ വേറൊന്നിനും ഉത്കർഷമില്ല. ഏതൊരു മരുഭൂമിയും മലവാടിയാക്കാൻ അവർക്ക് കഴിയും. മനുഷ്യൻ്റെ ഏത് ദുഃഖത്തെയും ആനന്ദമാക്കി മാറ്റാൻ കഴിയുന്ന അവർക്ക് ലോകത്തിന് സുഗന്ധമേകാനും തേനിലൂടെ അന്നപൂർണേശ്വരിയാകാനും സാധിക്കുന്നു. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഒന്നല്ലി നാമയി സഹോദരല്ലി പൂവേ ഒന്നല്ലി കൈഹ രചിച്ചതു നമ്മയെല്ലാം. കുമാരനാശാൻ്റെ വരികളാണ്. അതേപോലെ തന്നെ ഉള്ളൂരിൻ്റെ വരികളുമുണ്ട്. ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റേതായ സൗന്ദര്യവും സ്ഥാനവും ഉണ്ട്. മുകളിൽ കൊടുത്തിട്ടുള്ള വാക്യങ്ങളും വരികളും വിശകലനം ചെയ്ത് സ്വാഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? രണ്ട് കവിതകളിലും പറയുന്നത് എന്താണ്? ആദ്യത്തെ വരികൾ കുമാരനാശാൻ്റെ വരികളിൽ എന്താണ് പറയുന്നത്? ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റേതായ സൗന്ദര്യം സ്ഥാനവും ഉണ്ട് എന്ന തത്വം ഉള്ളൂർ പനിനീർ പൂവിലൂടെ പറഞ്ഞുറപ്പിക്കുന്നു. മനുഷ്യരെല്ലാവരും സ്വതവേ സുന്ദരികളും സുന്ദരന്മാരുമാണെന്ന് ഉറൂബ് പറയുന്നു. ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ഈശ്വരനാണെന്നും അതിനെ നമ്മളെല്ലാവരും സഹോദരന്മാരാണെന്ന് കുമാരനാശാൻ്റെ വരികളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നു. ഭൂമിയിൽ ഓരോന്നിനും അതിൻ്റേതായ മൂല്യമുണ്ട്. മനുഷ്യൻ്റേത് മാത്രമല്ല ഭൂമി.
സർവ്വചരാചരങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ചെറിയ പനിനീർപ്പൂവിൻ്റെ ജീവിതം പോലും മഹത്വമുള്ളതാണ് എന്നാണ് കവി പറയുന്നത്. ഭൂമിയിലെ ഓരോന്നിനും അത് ചെറുതായാലും വലുതായാലും അതിൻ്റേതായ മഹത്വമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് 3 കവികളും. ചോദ്യം നോക്കാം, വ്യാഖ്യാനിക്കാം. തെറ്റെന്ന് വീണ്ടും ആ പൂവിനോടോതിനേൻ, തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ. താൻ ബുദ്ധിഹീനനാണെന്ന് കവി പറയാനിടയായ സാഹചര്യം എന്താണ്? പിന്നീട് കവിയുടെ ചിന്തയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? ഈ ചിന്തകൾ പനിനീർപ്പൂവിനെ കുറിച്ച് മാത്രമാണോ? കവിത വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഒന്നിനെയും പുറമോടി കണ്ടല്ല വിലയിരുത്തേണ്ടത്. ആരെയും ഒന്നിനെയും നിസ്സാരമായി തള്ളരുത്. തൻ്റെ ആദ്യ നിഗമനങ്ങൾ തെറ്റായിരുന്നു എന്ന് കവി തിരിച്ചറിയുന്നു. പനിനീർപ്പൂവിൻ്റെ വ്യക്തിത്വവും മഹത്വവും തിരിച്ചറിയുന്നതിലൂടെയാണ് താൻ ബുദ്ധിഹീനൻ എന്ന് കവി തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യുന്നു. പൂവിനെ മാത്രമല്ല മനുഷ്യരെ ആകമാനമാണ് കവിത ഉൾക്കൊള്ളുന്നതെന്ന ചിന്ത ഉണ്ടാകുന്നു. മനോഹരമായ പനിനീർപ്പൂവിനെ കണ്ട കവി അതിനോട് ചോദിക്കുന്നു, നീ എന്തിനാണ് ചിരിക്കുന്നത്? നിൻ്റെ ജീവിതം എത്ര മോശമാണ്. നാളെ നീ വെറും മണ്ണിൽ വീണ് നശിക്കാൻ പോകുന്നതാണെന്നോർക്കണം. പക്ഷെ പൂവ് അതിന് മറുപടി പറയാതെ നിഷേധാർത്ഥത്തിൽ തലയാട്ടുക മാത്രം ചെയ്തു. അനന്തരം തൻ്റെ തെറ്റ് കവി മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്നു. പൂക്കളേക്കാൾ ഈ ഭൂമിയിൽ വേറെ ഒന്നിനും ഉത്കർഷമില്ല. ഏതൊരു പാഴ് മരുഭൂമിയെയും മലവാടിയാക്കാൻ അവർക്ക് കഴിയും. മനുഷ്യൻ്റെ ഏത് ദുഃഖത്തെയും ആനന്ദമാക്കി മാറ്റാൻ കഴിയുന്ന അവർക്ക് ലോകത്തിന് സുഗന്ധമേകാനും തേനിലൂടെ അന്നപൂർണേശ്വരിയാകാനും സാധിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. കാവ്യഭംഗി കണ്ടെത്താനാണ്. വരികൾ ചൊല്ലി നോക്കൂ. കവിതയ്ക്ക് ഭംഗി നൽകുന്ന എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിലുള്ളത്? കൂടുതൽ വരികൾ കാവ്യഭാഗത്തു നിന്നും കണ്ടെത്തി അവതരിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ കണ്ട, പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിലാടുന്ന നിങ്ങളെ ആർ മറക്കും. പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം, വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, പാടുന്ന, ആടുന്ന, പാണിയാൽ, വേണിയിൽ. ഇവിടെ ഈ ഒരു പ്രയോഗങ്ങൾ ആവർത്തിച്ച് വരികയാണല്ലേ. പാടുന്ന, ആടുന്ന, പാണിയ, വീണിയ തുടങ്ങിയ ഉച്ചാരണ സാമ്യമുള്ള പദങ്ങൾ കവിതയുടെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നു. ചൊല്ലാനൊരു പ്രത്യേക ഭംഗിയാണ്. പൂവിൻ്റെ മാധവും മനോഹാരിതയും വായനക്കാരുടെ മനസ്സിൽ പതിയുന്ന രീതിയിലാണ് കവിയുടെ വർണ്ണന. അതേപോലെ ഏതെങ്കിലും തുല്യമായ വരികൾ ഉണ്ടെങ്കിൽ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തെഴുതാം? പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകായി പാർക്കുകിൽ നിങ്ങളൻ ദേവതമാർ എന്ന് നമുക്ക് എഴുതാം. പിന്നെ അടുത്തപോലെ, ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. പനിനീർപ്പൂവ് എന്ന കവിതയിലെ ആശയം, ശബ്ദഭംഗി, പ്രയോഗഭംഗി, സാദൃശ്യപ്പെടുത്തലുകൾ എന്നിവ ഉൾപ്പെടുത്തിയ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ആദ്യം കവിതയെക്കുറിച്ച് എഴുതാം, പിന്നെ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഒരു പൂവിൻ്റെ ജീവിതം മനോഹരമായ കവിതയായി അവതരിപ്പിക്കുകയാണ് ഉള്ളൂർ. നാളെയോടുകൂടി താഴെ വീഴാൻ പോകുന്ന ഒരു പൂവിൻ്റെ ജീവിതം ഒട്ടും ചെറുതല്ലെന്നും ആ ജീവിതത്തിനിടയിലും ലോകത്തെ അങ്ങേയറ്റം ആഹ്ലാദിപ്പിക്കാനും മഹനീയമായ ചടങ്ങുകളിൽ അലങ്കാരമാകുവാനും ദേവതകൾക്ക് അർപ്പിക്കുവാനും ഉപകാരപ്പെടുന്ന മഹത്വത്തിൻ്റെ ഉടമയാണെന്നും പറയുന്നതിലൂടെ നിസ്സാരമെന്ന് കരുതുന്നവർ പോലും ഭൂമിയിൽ പരിമളം പരത്താൻ സാധിക്കുന്നു എന്ന് പനിനീർപ്പൂവിലൂടെ ഉള്ളൂർ ഓർമ്മിപ്പിക്കുന്നു. ജീവിതവാടിയിൽ ഏതൊരു മനുഷ്യജീവിക്കും അവൻ്റേതായ സ്ഥാനമുണ്ട്. സ്ഥിതിസമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ മഹത്തായ ഇടം. ആ അർത്ഥത്തിൽ നാം എല്ലാം പനിനീർപ്പൂക്കൾ തന്നെ. ഏവർക്കും അവരവരുടേതായ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ കർമ്മധീരത തന്നെയാണ് ഭൂമിയിലെ സ്വർഗമാക്കുന്നത്. കവിതയിലെ ശബ്ദഭംഗി എടുത്തു പറയേണ്ടതാണ്. പാടുന്ന, ആടുന്ന, പാണി, വേണി തുടങ്ങിയ അക്ഷരങ്ങളുടെ ആവർത്തനം കവിതാ ഭംഗി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ കേരള പാഠാവിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് അടുത്ത ചാപ്റ്ററും കൂടി ഡിസ്കസ് ചെയ്യാം. അതേപോലെ ഇംഗ്ലീഷിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും മലയാളം എക്സ്പ്ലനേഷനും ഫുൾ ആക്ടിവിറ്റീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.